അപ്പോൾ നിങ്ങളെല്ലാവരും മാർക്കറ്റിലൊക്കെ കാണാറില്ലേ ബീൻ ബാഗ് ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലേ. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സ്വയം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഷ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ബീൻ ബാഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ജീൻസിൻ്റെ ക്ലോത്തും എല്ലാം ഈ ഒരു ബീൻ ബാഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പേപ്പർ ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പറിൽ എത്രയാണോ അതിൻ്റെ വീതി എന്ന് നോക്കിയിട്ട് അതിൽ നിന്നൊരു 7 സെൻറ്റിമീറ്റർ ഞാൻ അവിടെ അടയാളപ്പെടുത്തുകയാണ്. 7 സെൻറ്റിമീറ്റർ ഞാൻ അവിടെ അടയാളപ്പെടുത്തി. ഇനി ഞാൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേ അളവിൽ 7 സെൻറ്റിമീറ്റർ തന്നെ അവിടെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. നമ്മൾ അണ്ടർ സ്കേർട്ടിനൊക്കെ അതുപോലെയാണ് കട്ട് ചെയ്യാറ്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെയുള്ള 4 പീസുകൾ നമ്മൾക്ക് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് തന്നെ 4 പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ 4 പീസുകൾ നമ്മൾ ഇനി ജോയിൻ ചെയ്യുക. ഇനി മുകൾ ഭാഗത്ത് നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചതിന് ശേഷം ആ ഒരു സ്ക്വയർ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് മുകളിൽ ജോയിൻ ചെയ്യാനുള്ളതാണ് ഈ ഒരു പീസ്. അപ്പോൾ നമ്മൾ മുകളിൽ ഇതേപോലെ ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം സ്ക്വയർ ആ ഒരു സൈഡിൻ്റെ മെഷർ ചെയ്യുക. ഒരു സൈഡിൻ്റെ അളവ് മെഷർ ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിലുള്ള ഒരു സ്ക്വയർ പീസ് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ താഴെ ഭാഗത്ത് 4 ഭാഗത്തും ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ പേപ്പറിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മളിതാ ഇതുപോലെ വെച്ചതിന് ശേഷം 4 ഭാഗവും അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ ക്ലോത്തിൽ ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ പഴയൊരു ഷ്രഗാണ് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു റെക്റ്റാങ്കിൾ പീസാക്കി മാറ്റി ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അളന്നതിന് ശേഷം ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസിനെയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളൊരു കറക്റ്റ് അളവ് 2 സൈഡിലും ക്രോസിലായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പേപ്പറിൽ കാണിച്ചില്ലേ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് നമ്മൾക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും നല്ലത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബനിയൻ ക്ലോത്താണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ ഷ്രഗ് കൺവേർട്ട് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ആ ഒരു ക്ലോത്തിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എന്തെങ്കിലും ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ പഴയ ജീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യാം. എല്ലാ പീസുകളും ഇങ്ങനെ വെച്ചതിന് ശേഷം 4 പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും 2 അടി വെച്ചിട്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് അത്യാവശ്യം നല്ല ഉറപ്പ് വേണമല്ലോ. ഇരിക്കുമ്പോഴും ചാടി കളിക്കുമ്പോഴൊന്നും സ്റ്റിച്ച് നമുക്ക് പൊട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഉറപ്പിൽ 2 അടി എങ്ങനെയെങ്കിലും കൊടുക്കണം. ഓരോ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിവിടെ ഇതേപോലെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് മുകളിലെ പീസിൽ ഇതുപോലെ വെട്ടിയെടുക്കണം. താഴത്തുള്ള സ്ക്വയർ പീസും വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ പീസ് വേറൊരു ക്ലോത്തിൽ ഇതേപോലെ കറക്റ്റ് അളവ് വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് അളന്ന് വരച്ചതിന് ശേഷം നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം.
അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നമ്മൾ സ്ക്വയർ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. 4 ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗവും നമ്മൾ അടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ഒരു സൈഡിൽ സിബ് പിടിപ്പിച്ച് കൊടുക്കണം. സിബ് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിലൂടെയാണ് നമ്മൾ ബീൻ ഇട്ട് കൊടുക്കുന്നത്. ഓപ്പൺ ഏരിയ വേണമല്ലോ ബീൻ ഇട്ട് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സിബ് കറക്റ്റായിട്ട് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മൊത്തം നമുക്ക് സിബ് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ വലിയ സിബ് ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്താൽ മതി. ഈ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ 4 ഭാഗവും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം കറക്റ്റ് അളവായിരിക്കണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് മറിച്ചിട്ടതിന് ശേഷം മുകൾ ഭാഗത്തുള്ള പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അതും കൂടി നമ്മൾക്ക് മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ സർക്കിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് കറക്റ്റ് സ്ക്വയർ പീസ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സർക്കിളായിട്ട് ഒന്ന് കട്ട് ചെയ്ത്, ഒരു സർക്കിൾ പീസാണ്. ഇനി നമുക്ക് ഒരു സർക്കിളായിട്ടുള്ള പീസ് തന്നെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഒരു സ്ലീവിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അത് ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പീസാണ് നമ്മൾക്ക് മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് അത് മുകൾ ഭാഗത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീൻ ബാഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെന്ത് ചെയ്യാം, മറിച്ചെടുക്കാം. സിബ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മറിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്കാണ് ഈ ബീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ തെർമോക്കോളൊക്കെ അല്ലേ, ആ തെർമോക്കോളിൻ്റെ ഒരു പൊടിയാണ്, പൊടിച്ചെടുത്ത സാധനമാണ് ഈ ബീന്. അത് നമ്മൾക്ക് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ടെടുക്കാം. എൻ്റെ അടുത്തൊരു കവർ ബീനാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് മതിയായില്ല, ഇതിലേക്കൊന്ന് കുറച്ചും കൂടി വേണ്ടിയിരുന്നു. പക്ഷേ നമ്മൾ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മൾ വിചാരിക്കണേക്കാളും കൂടുതൽ കൊള്ളുന്നുണ്ട് ഇതിൽ. സ്പേസ് കുറേ ഉണ്ട് ഇനിയും. കണ്ടോ, ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സോഫയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല കംഫർട്ടബിളാണ് ഇരിക്കാൻ. കുട്ടികൾക്കൊക്കെ ഇതിലിരുന്ന് TV കാണാനും ബുക്ക് റീഡ് ചെയ്യാനൊക്കെ നല്ല ഉഷാറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.